വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേർഡ് വിങ്സ്. അപ്പോൾ നമ്മൾ കുറേ നാളായി കണ്ടിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ നാളായി. എനിക്ക് കുറേ എക്സാമും കാര്യമൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി. ഇനി നമ്മൾ കണ്ടിന്യൂഷനായിട്ട് +2ൻ്റെ ദ ഹവർ ഓഫ് ട്രൂത്ത് എന്ന ലെസണാണ് എടുക്കാൻ പോകുന്നത്. ദ ഹവർ ഓഫ് ട്രൂത്തിൻ്റെ ഓഥർ പെർസിവൽ വൈൽഡ്. ഇതൊരു 1 ആക്ട് പ്ലേ ആണ്. 1 ആക്ട് പ്ലേ പറഞ്ഞാൽ ഒരു സിംഗിൾ തീമാണ്. കുറച്ച് ലിമിറ്റഡ് ക്യാരക്ടേഴ്സുകളും ഉണ്ടാവും. ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് വിഷയങ്ങളൊന്നും ഇല്ലാതെ ഒരു സിംഗിൾ തീമിൻ്റെ ബേസ് ആയിട്ടുള്ള ആക്ടിനെയാണ് 1 ആക്ട് പ്ലേ എന്ന് പറയുന്നത്. ദ ഹവർ ഓഫ് ട്രൂത്ത് റിട്ടൺ ബൈ പെർസിവൽ വൈൽഡ്. ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് റോബർട്ട് ബാൾഡ്വിൻ. മെയിൻ ക്യാരക്ടറാണ് റോബർട്ട് ബാൾഡ്വിൻ. ആൻഡ് മാർത്ത, റോബർട്ട് ബാൾഡ്വിൻ്റെ വൈഫാണ് മാർത്ത. ആൻഡ് ജോൺ, റോബർട്ട് ബാൾഡ്വിൻ്റെയും മാർത്തയുടെയും മകനാണ് ജോൺ. ആൻഡ് എവി, അവരുടെ രണ്ടുപേരുടെയും മകളാണ് എവി. ആൻഡ് മിസ്റ്റർ മാർഷൽ, മാർഷൽ എന്ന് പറഞ്ഞൊരു വ്യക്തി. പിന്നെ എമേഡ്, ഒരു വേലക്കാരിയാണ് ഇതിൽ മെയിൻ ക്യാരക്ടർ. പിന്നെ ഒരു ആൻറ്റഗോണിസ്റ്റ്, അതായത് ഒരു വില്ലൻ റോളായിട്ട് ഇതിൽ ജോൺ ഗ്രഷാം എന്ന് പറയുന്നൊരു വ്യക്തി വരുന്നുണ്ട്. അവർ ക്യാരക്ടർ ഈ സീനിൽ കാണിക്കുന്നില്ല, പക്ഷേ ഓവറോൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ആ വ്യക്തിയുടെ പേര് നമുക്ക് അങ്ങനെ പറഞ്ഞു കേൾക്കാം. ജോൺ ഗ്രഷാം ഒരു ആൻറ്റഗോണിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു വില്ലനായിട്ട് ഇവിടെ പ്ലേ ചെയ്തിരിക്കുന്നത് ജോൺ ഗ്രഷാമാണ്. ബിഫോർ സ്റ്റാർട്ടിങ് ദ ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാനൊരു ബ്രീഫ് സമ്മറി തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെസനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ലോങ് ലെസൺ ആയതുകൊണ്ട് കൂടുതൽ ഈ ഒരു സമ്മറി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ പോയിന്റ് ഓഫ് വ്യൂവിൽ ആൻസർ ചെയ്താൻ സാധിക്കും. ദ ഹവർ ഓഫ് ട്രൂത്ത് ഈസ് 1 ആക്ട് പ്ലേ. ഇതൊരു 1 ആക്ട് പ്ലേ ആണ്. റിട്ടൺ ബൈ പെർസിവൽ വൈൽഡ്. ദ സ്റ്റോറി ഈസ് അബൌട്ട് റോബർട്ട് ബാൾഡ്വിൻ. അപ്പോൾ റോബർട്ട് ബാൾഡ്വിൻ ആണ് സെൻട്രൽ ക്യാരക്ടർ. പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളായ എവി, ജോൺ ആൻഡ് മാർത്ത അദ്ദേഹത്തിൻ്റെ വൈഫ്, ആൻഡ് ഒരു മെയ്ഡ്, പിന്നെ ഗ്രഷാം ഒക്കെയാണ് ഇതിൽ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. ബാങ്ക് മാനേജർ നോൺ ഫോർ ഹിസ് ഓണസ്റ്റി. അപ്പോൾ റോബർട്ട് ബാൾഡ്വിൻ ഒരു ബാങ്ക് മാനേജറാണ്. അദ്ദേഹം വളരെ ഹോണസ്റ്റ് ആയ ഒരു പേഴ്സൺ ആയിരുന്നു. ഹിസ് ഫ്രണ്ട് ആൻഡ് എംപ്ലോയർ ജോൺ ഗ്രഷാം. അപ്പോൾ അദ്ദേഹം ജോൺ ഗ്രഷാമിൻ്റെ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഈസ് അറസ്റ്റഡ് ഫോർ എംസിലിംഗ് മണി ഫ്രം ദ ബാങ്ക്. ഗ്രഷാം കുറച്ച് പണം മിസ്യൂസ് ചെയ്തിട്ടുണ്ട് ബാങ്കിൻ്റെ. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഗ്രഷാം ഓഫേഴ്സ് റോബർട്ട് $1 lakh if he will give false evidence and help him escape punishment. അപ്പോൾ തൻ്റെ എംപ്ലോയി ആയ റോബർട്ട് ബാൾഡ്വിന് ജോൺ ഗ്രഷാം ഒരു വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്യുകയാണ്. തന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കാൻ, എവിഡൻസൊക്കെ തെറ്റായി കൊടുക്കാൻ. ഐ ഡോണ്ട് റിമെമ്പർ, എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി അദ്ദേഹത്തെ ഈ പണിഷ്മെൻറ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്യുകയാണ്. At first, Robert is tempted because the money could solve his family financial problems. ഫസ്റ്റ് ടൈമിൽ ഇങ്ങനൊരു വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്തപ്പം അദ്ദേഹം തൻ്റെ ഫാമിലി പ്രോബ്ലങ്ങൾ, കുറേ ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാൻ കഴിയുമെന്ന് കുറച്ച് ടെംപ്റ്റായി. ബട്ട് ലേറ്റർ ഹി ബിക്കംസ് ഹോണസ്റ്റ്. അദ്ദേഹം പിന്നെ സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്നുകൊണ്ട് ആ പണം ഓഫർ ചെയ്തത് നിരസിച്ചുകൊണ്ട് അദ്ദേഹം സത്യം കോടതിയിൽ വിളിച്ചു പറയുകയും ഗ്രഷാമിനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സമ്മറി. അപ്പോൾ ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. സീൻ അറ്റ് ബാൾഡ്വിൻസ്. അപ്പോൾ ബാൾഡ്വിൻ്റെ അവരുടെ വീടാണ് സെറ്റിങ്സ് ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് റാദർ ഹോട്ട് ആൻഡ് സൾട്രി സൺഡേ ആഫ്റ്റർനൂൺ. സൾട്രി മീൻസ് ഹോട്ട്, വളരെ ചൂട് വരുന്ന ഒരു സൺഡേ ആഫ്റ്റർനൂൺ ആണ് ടൈം. ആൻഡ് ദ സൺ ഓവർഹെഡ് ആൻഡ് ദ ബാക്ക്ഡ് ക്ലേ അണ്ടർ ഫുട്ട് ആർ മെർസിലെസ്. അപ്പോൾ ചൂടിൻ്റെ കാഠിന്യമാണ് ഇവിടെ വിവരിക്കുന്നത്. സൂര്യന് നമ്മുടെ തലയ്ക്ക് മുകളിലാണ്. ആൻഡ് ബേക്ക്ഡ് ക്ലേ അണ്ടർ ഫുട്ട്, അതായത് ഈ കാലിൻ്റെ അടിയിലെ ഇഷ്ടിക കഷ്ണങ്ങളൊക്കെ ആർ മെർസിലെസ്, ഒരു ദയയില്ലാത്തതാണ്. അപ്പോൾ അതൊക്കെ വളരെ ചുട്ടുപഴുത്ത് ഇരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ലോവറിങ് ക്ലൗഡ്സ് ഗിവ് പ്രോമിസ് ഓഫ് കമ്മിങ് റിലീഫ്. അപ്പോൾ വളരെ വിദൂരമായിട്ട് മേഘങ്ങളുണ്ട്, അത് മഴ പെയ്യാനുള്ള ഒരു ആശ്വാസം തരുന്ന, മഴ വരാനിരിക്കുന്നു എന്നൊരു ആശ്വാസമാണ് നൽകുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് അറ്റ് ദ പാർലർ വിൻഡോ ഓഫ് എ ട്രിം ലിറ്റിൽ കോട്ടേജ്. അപ്പോൾ ബാൾഡ്വിൻ്റെ ഹൗസാണ്, ഒരു ചെറിയ കോട്ടേജാണ്. അപ്പോൾ പാർലർ വിൻഡോ എന്ന് പറഞ്ഞാൽ ഡൈനിങ്ങിൻ്റെ അവിടെയുള്ള ഒരു വിൻഡോയിൽ ദ ബാൾഡ്വിൻ ഫാമിലി ഈസ് ആങ്സിയസ്ലി അവൈറ്റിംഗ് ദ റിട്ടേൺ ഓഫ് ഇറ്റ്സ് ഹെഡ് എന്ന് പറഞ്ഞാൽ അവിടെ കുടുംബനാഥനെയാണ് ഉദ്ദേശിക്കുന്നത്, അതായത് റോബർട്ട് ബാൾഡ്വിനെയാണ് പറയുന്നത്. റോബർട്ട് ബാൾഡ്വിൻ്റെ റിട്ടേൺ, അയാളുടെ തിരിച്ചുവരവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഫാമിലി മെമ്പേഴ്സായ മാർത്ത ആൻഡ് ജോൺ ആൻഡ് എവി.
ജോൺ ദ സൺ ആൻ ആവറേജ് യങ് മാൻ ഓഫ് 27. അപ്പം മകൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് പറയുന്നത്. ജോൺ മകന് ഒരു ആവറേജ് യങ് മാൻ ആണ്, 27 ഇയർ ഓൾഡ് ആണ്. ഈ സ്മോക്കിംഗ് എ പൈപ്പ് ആസ് ഫിലോസഫിക്കലി ആസ് ഇഫ് ദിസ് ഡേ വെർ ഇൻ നോ വിറ്റ് മോർ മൊമെൻറ്റസ് ദാൻ എനി അതർ. അപ്പോൾ ഒരു പൈപ്പ് ഇങ്ങനെ വളരെ ചിന്താത്മകമായിട്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നോ വിറ്റ് മീൻസ് നോട്ട് അറ്റ് ഓൾ, മോർ മൊമെൻറ്റസ് ദാൻ എനി അതർ. മൊമെൻറ്റസ് മീൻസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതൊരു സാധാരണ ദിവസമാണ്, മറ്റുള്ള ദിവസത്തെ പോലെ തന്നെ ഇതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള ദിവസമൊന്നും അല്ല അവനെ സംബന്ധിച്ചിട്ട്. ബട്ട് ഹിസ് മദർ, പക്ഷേ അവൻ്റെ അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ പേരെന്തായിരുന്നു? മാർത്ത. ട്രൈങ് ടു കമ്പോസ് ഹെർസെൽഫ് വിത്ത് ഹെർ നിറ്റിങ്. അവളെ തന്നെ ഇങ്ങനെ അവൾ കംഫർട്ടാക്കാൻ നോക്കുകയാണ്. അവൾ നിറ്റിംഗ് എന്ന് പറഞ്ഞാൽ തുന്നിക്കൊണ്ടിരിക്കുകയാണ്, എൻഗേജ്ഡ് ആക്കുക. ഒരു ടെൻഷന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് അവളെ സെൽഫിനെ തന്നെ എൻഗേജ്ഡ് ആക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാസ് മേഡ് ലിറ്റിൽ പ്രോഗ്രസ് ഇൻ ദ ലാസ്റ്റ് ഹാഫ് അവർ. കമ്പോസ്ഡ് ഹെർസെൽഫ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെസ്സായൊരു ടൈമായിരുന്നു, അതിൽ നിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് തുന്നൽ എന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാർത്ത. ഒരു റിലീഫ് എന്ന ഒരു ലാസ്റ്റ് ഹാഫ് അവറായിട്ട് അവൾ ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവി ഹിസ് സിസ്റ്റർ, അപ്പോൾ അവൻ്റെ ജോണിൻ്റെ സിസ്റ്ററായ ഇവി ടേക്സ് നോ പെയിൻസ് ടു കൺസീൽ ഹെർ നെർവസ്നെസ്. അപ്പോൾ അവൾക്കും തന്നെ അവൾ വളരെ നെർവസ്നെസ് ആണ്. അവളുടെ കൺസീൽ മീൻസ് ഹൈഡ്, അവളുടെ ഈ നെർവസ്നെസ്സിനെ ഹൈഡ് ചെയ്യാൻ അവൾക്ക് സാധിക്കുന്നില്ല. ദർ ഈസ് എ ടെൻസ് പോസ്. അപ്പോൾ ഒരു ശാന്തമായൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇറ്റ് സീംസ് ആസ് ഇഫ് നോൺ ഓഫ് ദം ലൈക്സ് ടു ബ്രേക്ക് ദ സൈലൻസ്. അപ്പോൾ ആരും തന്നെ ആ ഫാമിലി മെമ്പേഴ്സ് ആരും ആ സൈലൻസിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഫോർ ദ ടൈം ഇൻ 10 minutes. അപ്പോൾ ഓരോ മിനിറ്റ് കൂടുമ്പോൾ 10 minutes ഓരോ മിനിറ്റും എന്ത് ചെയ്യുന്നുണ്ട്? എവി ഗോസ് ടു ദ വിൻഡോ ആൻഡ് ലുക്ക് ഔട്ട് എലോങ് ദ സൾട്രി റോഡ്. അപ്പോൾ ആ ചൂട് നിറഞ്ഞ ആ റോഡിലേക്ക് വിൻഡോയിലൂടെ എവി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പ്രതീക്ഷ കൊണ്ട് അവിടെ അച്ഛനെ മടങ്ങി വരുന്നുണ്ടോ എന്ന് ഓരോ 10 minute ഓരോ മിനിറ്റ് കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? എവി വിൻഡോയിലൂടെ നോക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇനി കോൺവെർസേഷൻ പോർഷനിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ ഒരു സെറ്റിങ്സും അവിടുത്തെ ടൈമും അവിടുത്തെ ക്യാരക്ടേഴ്സ് ആരൊക്കെയെന്നൊക്കെ ഉള്ള ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി നെക്സ്റ്റ് പോർഷനിലേക്ക് കിടക്കാം. മാർത്ത പറയാണ്, ഇസ് ടൈം ഹി വാസ് ഹോം. ഇത് അച്ഛന് വീട്ടിലുണ്ടായിരിക്കേണ്ട ടൈം ആയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ എവി എസ് മദർ, അതെ അച്ഛൻ വീട്ടിലെത്തേണ്ട ടൈം ആയിട്ടുണ്ട്. മാർത്ത, ഐ ഡു ഹോപ്പ് ഹി ഹാസ് നോട്ട് ഫോർഗട്ടൺ ഹിസ് അംബ്രല്ല. ഹി ഹാസ് സച്ച് എ ഹാബിറ്റ് ഓഫ് ലീവിങ് ഇറ്റ് ബിഹൈൻഡ് ഹിം. അപ്പോൾ എന്താണ് മാർത്ത പറയുന്നത്? അച്ഛൻ അംബ്രല്ല മറന്നു വെക്കാതിരുന്നാൽ മതിയായിരുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു മഴക്കുള്ളൊരു ചാൻസ് അവിടെ കാണുന്നുണ്ട്. വളരെ ചൂടുള്ള ഒരു സൺഡേ ആഫ്റ്റർനൂൺ ആണെങ്കിലും ഒരു മഴക്കുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട്, കുട മറന്നു വെക്കുന്നത്, അങ്ങനെ ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുകയാണ് മാർത്ത. അപ്പോൾ ഇവി പറയണേ യെസ് മദർ, അതേ അമ്മേ എന്ന് പറയുകയാണ്. മാർത്ത, ഇറ്റ് മൈറ്റ് റെയിൻ ഡോണ്ട് യു തിങ്ക് സോ? ഇവി മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്, നിനക്ക് അങ്ങനെ തോന്നുന്നില്ലേ എവി എന്ന് ചോദിക്കുകയാണ്. വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ ആൻസർ ഷീ ഗോസ് ടു ദ വിൻഡോ ആൻഡ് ലുക്സ് ഔട്ട് ആങ്സിയസ്ലി. അപ്പോൾ മകളിൽ നിന്നുള്ള ഒരു റിപ്ലൈ പ്രതീക്ഷിക്കുന്നില്ല അമ്മ വേഗം എന്ത് ചെയ്യും? വിൻഡോയുടെ അടുത്ത് വീണ്ടും ദൂരത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വരുന്നുണ്ടോ, അതായത് റോബർട്ട് ബാൾഡ്വിൻ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദ സ്കൈ ഈസ് സോ ഡാർക്ക് ഷീ സ്റ്റാർട്ട്സ്. അപ്പോൾ ആകാശം വളരെ ഇരുണ്ട് നിൽക്കുകയാണ്. ദർ വാസ് എ ഫ്ലാഷ് ഓഫ് ലൈറ്റിംഗ്. അപ്പോൾ ഇടിമിന്നലുണ്ട്. ജോൺ റൈസ് slowly moved to a center table and knocks the ashes out of his pipe. His mother turned to him. അപ്പോൾ ജോൺ എന്ത് ചെയ്യണം? അവന് മെല്ലെ അവൻ്റെ സെൻറ്റർ ടേബിളിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവന് ഇങ്ങനെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിസ് മദർ ടേൺസ് ടു ഹിം. അമ്മ അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ജോൺ റൺ ടു യുവർ ഫാദേഴ്സ് റൂം ആൻഡ് സീ ദാറ്റ് ദ വിൻഡോസ് ആർ ക്ലോസ്ഡ്. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? അച്ഛൻ്റെ റൂമിൽ ചെന്നിട്ട് അവിടെ വിൻഡോസ് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ദാറ്റ്സ് എ ഗുഡ് ബോയ്. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? അത് നീ ഒരു നല്ല കുട്ടിയാണ്, ദാറ്റ്സ് എ ഗുഡ് ബോയ്. അവൻ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. ഡോറൊക്കെ വിൻഡോസൊക്കെ ക്ലോസ് ചെയ്തതിനും അവന് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ് അമ്മ ദാറ്റ്സ് എ ഗുഡ് ബോയ്. അപ്പോൾ ജോൺ എന്താ റിപ്ലൈ? റൈറ്റോ മീൻസ് ഓക്കെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോവാണ്. ഇനി അടുത്തത് എവിയാണ്. മകൾ പറയാണ്, ആഫ്റ്റർ എ പോസ്, ഒരു സൈലൻസ്, ഒരു നിശബ്ദതയ്ക്ക് ശേഷം മകൾ പറയാണ്, മദർ, അമ്മേ, ദർ ഈസ് നോ ആൻസർ മദർ. അപ്പോൾ അമ്മയെന്ന് വിളിക്കുകയാണ്. അപ്പോൾ അമ്മയൊന്നും റിപ്ലൈ കിട്ടുന്നില്ല. അപ്പോൾ അവൾ വീണ്ടും ഉച്ചത്തിൽ വിളിക്കുകയാണ്. മിസ്സിസ് ബാൾഡ്വിൻ ടേൺസ് സ്ലോലി. വാട്ട് ഡസ് മിസ്റ്റർ ഗ്രഷാം വാണ്ട് വിത്ത് ഹിം? ഹാസ് ഹി ഡൺ എനിത്തിങ് റോങ്? അപ്പോൾ മകൾ എന്താ പറയുന്നത്? വാട്ട് ഡസ് മിസ്റ്റർ ഗ്രഷാം വാണ്ട് വിത്ത് ഹിം? അപ്പോൾ അച്ഛന് ഗ്രഷാമിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഗ്രഷാം എന്ന ആളുടെ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് മിസ്റ്റർ ബാൾവിന്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് പോയത്. എന്തിനാണ് അച്ഛൻ അദ്ദേഹത്തെ കാണാൻ
വേണ്ടി പോയത്. അതായത് ഗ്രഷാം അച്ഛനെ കാണണം എന്ന് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് അച്ഛന് അയാളെ കാണാൻ പോയിരിക്കുന്നത്. അപ്പോൾ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് മകൾ സംശയിക്കുകയാണ്. മാർത്ത, യുവർ ഫാദർ? നോ എവി. അപ്പോൾ മക്കൾക്ക് രണ്ടുപേർക്കും അച്ഛൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ അമ്മയ്ക്ക് അച്ഛന് 100% വിശ്വാസമാണ്. നിങ്ങളുടെ അച്ഛനോ? അങ്ങനെ ഒരു ചാൻസും ഇല്ല, അച്ഛൻ ഒരു തെറ്റും ചെയ്യുകയില്ല എന്നാണ് അമ്മ പറയുന്നത്. എവി, ദെൻ വൈ ഡിഡ് മിസ്റ്റർ ഗ്രഷാം സെൻഡ് ഫോർ ഹിം? പിന്നെ എന്തിനാണ് മിസ്റ്റർ ഗ്രഷാം അച്ഛനെ വിളിക്കാൻ വേണ്ടി ആളെ വിട്ടത്? മാർത്ത, ഹി വാണ്ടഡ് ടു ടോക്ക് ടു ഹിം. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? അയാൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. അപ്പോൾ എവി പറയാണ്, വാട്ട് അബൌട്ട്? എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാനുണ്ടായിരിക്കുക? മിസ്റ്റർ ഗ്രഷാം ഹാസ് ബീൻ അറസ്റ്റഡ്, ദർ ഈസ് ഗോയിങ് ടു ട്രൈ ഹിം ടുമാറോ. അപ്പോൾ ഗ്രഷാമിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ നാളെ വിചാരണ ചെയ്യാൻ പോവുകയാണ്, ട്രയലാണ് നടക്കുന്ന നാളെ. വാട്ട് ക്യാൻ ഹി വാണ്ട് വിത്ത് ഹിസ് ഫാദർ? അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് അച്ഛനുമായിട്ട് സംസാരിക്കാനുണ്ടായിരിക്കുക എന്ന് എവി ചോദിക്കുകയാണ്. അപ്പോൾ മാർത്ത പറയാണ്, യുവർ ഫാദർ വിൽ ഹാവ് ടു ഗിവ് എവിഡൻസ്. അപ്പോൾ നിൻ്റെ അച്ഛന് എന്തെങ്കിലും എവിഡൻസ് കൊടുക്കാനുണ്ടാവും. എവി പറയുകയാണ് അപ്പോൾ, ബട്ട് ഹീ ഈസ് ഗോയിങ് ടു ഗിവ് എവിഡൻസ് എഗെയിൻസ്റ്റ് മിസ്റ്റർ ഗ്രഷാം. പക്ഷേ അച്ഛന് മിസ്റ്റർ ഗ്രഷാമിനെതിരെയാണ് എവിഡൻസ് കൊടുക്കാൻ പോകുന്നത്. വൈ ഷുഡ് മിസ്റ്റർ ഗ്രഷാം വാണ്ട് ടു സീ ഹിം? അച്ഛന് മിസ്റ്റർ ഗ്രഷാമിനെതിരെയാണ് കേസ് കൊടുക്കാൻ പോകുന്നത്. അതായത് തെളിവുകളൊക്കെ മിസ്റ്റർ ഗ്രഷാമിനെതിരാണ്. അതാണ് അച്ഛന് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്തിനാണ് മിസ്റ്റർ ഗ്രഷാം അച്ഛനെ കാണണം എന്ന് പറഞ്ഞത് എന്ന് മകൾ വീണ്ടും ചോദിക്കുകയാണ്. അടുത്തത് മാർത്ത പറയുകയാണ്, ഐ ഡോണ്ട് നോ ഇവി, യു നോ യുവർ ഫാദർ ഡസ് നോട്ട് സേ മച്ച് എബൌട്ട് ഹിസ് ബിസിനസ് അഫയേഴ്സ്. അപ്പോൾ ഇവിടെ അമ്മ ആയ മാർത്ത പറയുകയാണ്, എനിക്കറിയില്ല എവി, യു നോ, അറിയാമല്ലോ നിൻ്റെ അച്ഛൻ ബിസിനസ് കാര്യങ്ങളൊന്നും വീട്ടിൽ സംസാരിക്കുകയില്ല എന്ന്. ഷീ പോസസ്, അവൾ ഒന്ന് മൗനം പാലിച്ചു. ഐ ഡിഡിൻ നോ ദർ വാസ് എനിത്തിങ് റോങ് വിത്ത് ദ ബാങ്ക് അണ്ടിൽ ഐ സോ ഇറ്റ് ഇൻ ദ പേപ്പേഴ്സ്. മാർത്ത പറയാണ്, ന്യൂസ് പേപ്പറിൽ ന്യൂസ് വരുന്നവരെ ബാങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് മാർത്തക്ക് അറിയില്ലായിരുന്നു. യുവർ ഫാദർ വുഡിൻ ടെൽ മീ ടു ഡ്രോ മൈ മണി ഔട്ട്, ഹീ തോട്ട് ഇറ്റ് വാസ് നോട്ട് ലോയൽ ടു മിസ്റ്റർ ഗ്രഷാം. ഈ അമ്മയ്ക്ക് മാർത്തക്കും ആ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, ഒരു ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ തൻ്റെ പണം പിൻവലിക്കാൻ അച്ഛൻ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഹീ തോട്ട് ഇറ്റ് വാസ് നോട്ട് ലോയൽ ടു മിസ്റ്റർ ഗ്രഷാം. അതും ആ ലോയാലിറ്റി, അവന് വളരെ ഹോണസ്റ്റ് ആയൊരു മനുഷ്യനാണ്. മിസ്റ്റർ ഗ്രഷാമിന് കീഴിലാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ അത്രയും ഹോണസ്റ്റ് ആയ ആളായതുകൊണ്ട് ബാങ്കിൽ ഇത്ര പ്രശ്നങ്ങളുണ്ട്, അത് ക്രാഷ് ആവാൻ പോവുകയാണ്, അപ്പോൾ ആ പണം പിൻവലിക്കണം എന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല. എവി നോട്ട്സ്. അപ്പോൾ എവി ഒന്ന് തലയാട്ടുകയാണ്. ഐ ഡിഡ് ഇറ്റ് ഓഫ് മൈ ഓൺ അക്കൗണ്ട് എഗെയിൻസ്റ്റ് ഹിസ് വിഷസ് വെൻ ഐ സസ്പെക്റ്റഡ്. അപ്പോൾ അമ്മ പറയും, എനിക്കൊരു സംശയം ചെറുതായി തോന്നിയപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിൽ എൻ്റെ ഒരു തീരുമാനമായിരുന്നു ആ പണം പിൻവലിക്കുക എന്നുള്ളത്. എഗെയിൻസ്റ്റ് ഹിസ് വിഷസ്, അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്കെതിരെയായ ആ പണം അമ്മ സ്വയം പോയി പിൻവലിച്ചതാണ് എന്ന് മാർത്ത പറയുകയാണ്. അപ്പോൾ എവി പറയുകയാണ്, ആഫ്റ്റർ എ പോസ്, കുറച്ച് മൗനം പാലിച്ചതിന് ശേഷം പറയുകയാണ്, ഡു യു തിങ്ക് ദാറ്റ് ഫാദർ ഹാഡ് എനിത്തിങ് ടു ഡു വിത്ത് പിന്നെ കുറച്ച് ഡോട്ട്സ് ആണ്. അതായത് അച്ഛൻ ഇതിലെന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് മകൾ ചോദിക്കുകയാണ്. പക്ഷേ അത് അവൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഷീ ഡസ് നോട്ട് ലൈക്ക് ടു സേ ഇറ്റ്. കാരണം അച്ഛൻ ഇങ്ങനെ ഒരു കുറ്റക്കാരനാണ്, ഒരു കുറ്റം ചെയ്തു, ബാങ്കിൽ പണം മിസ്അപ്രോപ്രിയേറ്റ് ആയി ചെയ്തതിന് കുറ്റക്കാരനാണ് എന്ന് പറയാൻ മകൾക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ അവൾ അവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ മാർത്ത പറയുകയാണ്, വിത്ത് ദ വർക്കിംഗ് ഓഫ് ദ ബാങ്ക് യു നോ ഹിം ബെറ്റർ ദാൻ ദാറ്റ് എവി. വിത്ത് ദ റക്കിംഗ് ഓഫ് ദ ബാങ്ക്, റക്കിംഗ് മീൻസ് ബാങ്കിൻ്റെ തകർച്ചയാണ് പറയുന്നത്. റക്കിംഗ് മീൻസ് തകർച്ച. അപ്പോൾ ബാങ്കിൻ്റെ തകർച്ചയായിട്ട് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് എവിനോട് മാർത്ത. യു നോ ഹിം ബെറ്റർ ദാൻ ദാറ്റ്. നിനക്കറിയില്ലേ, നിൻ്റെ അച്ഛനെ അറിയില്ലേ, നിൻ്റെ അച്ഛൻ അത്രയും ഹോണസ്റ്റ് ആയ ഒരു സിൻസിയർ പേഴ്സൺ ആണ്. അപ്പോൾ ഈ ബാങ്കിൻ്റെ തകർച്ചയായിട്ട് നിൻ്റെ അച്ഛനൊരു ബന്ധമില്ല എന്ന് നിനക്കറിയില്ലേ എന്ന് അമ്മ ചോദിക്കുകയാണ്. എവി പറയാണ്, ബട്ട് ഡിഡ് ഹി നോസ് വാട്ട് വാസ് ഗോയിങ് ഓൺ, യു നോ വാട്ട് ദ പേപ്പേഴ്സ് ആർ സേയിങ്. അപ്പോൾ എവി പറയാണ്, എന്താണ് സംഭവിച്ച് കൊണ്ടിരിക്കുന്നത്, അതായത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അച്ഛനറിയില്ലേ. യു നോ വാട്ട് ദ പേപ്പേഴ്സ് ആർ സേയിങ്, ന്യൂസ് പേപ്പറിൽ എന്താണ് അച്ചടിച്ച് വരുന്നത് എന്ന് അച്ഛൻ അറിയുന്നില്ലേ എന്ന് മകൾ പറയുകയാണ്. അപ്പോൾ മാർത്ത പറയാണ്, ദേ ഹാവ് നോട്ട് ബീൻ ഫെയർ ടു ഹിം എവി. അപ്പോൾ ഈ ന്യൂസ് പേപ്പറൊക്കെ അച്ഛനെതിരെയാണ് അച്ചടിച്ച് വന്ന് ഓരോ ന്യൂസും പുറത്ത് വിടുന്നത്. അപ്പോൾ അത് അച്ഛനെതിരെയാണ്, അച്ഛന് ഫെയർ ആയിട്ടല്ല വരുന്നത് എന്ന് അമ്മ പറയുകയാണ്. അപ്പോൾ എവി പറയാണ്, പെർഹാപ്സ് നോട്ട്, ബട്ട് ദേ സെഡ് ഹി മസ്റ്റ് ഹാവ് ബീൻ എ ഫൂൾ നോട്ട് ടു നോ. ദേ സെഡ് ദാറ്റ് ഓൺലി ഹി കുഡ് ഹാവ് നോൺ, ഹി ആൻഡ് മിസ്റ്റർ ഗ്രഷാം. വൈ ഡിഡ്ന്റ് ഹി സ്റ്റോപ്പ് ഇറ്റ്? എവി പറയാണ്, പെർഹാപ്സ് നോട്ട്, ബട്ട് ദേ സെഡ് ഹി മസ്റ്റ് ഹാവ് ബീൻ ഫൂൾ നോട്ട് ടു നോ. They said that only he could have known,
ഹി ആൻഡ് മിസ്റ്റർ ഗ്രഷാം വൈ ഡിഡിൻ ഹി സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ എവി പറയാണ് അങ്ങനെ അല്ലായിരിക്കാം. ബട്ട് ദേ സെഡ് ഹി മസ്റ്റ് ഹാവ് ബീൻ എ ഫൂൾ നോട്ട് ടു നോ. പത്രങ്ങളൊക്കെ എന്താ പറയുന്നത്, അച്ഛനൊരു ഫൂളായിരിക്കണം, അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാണ്ടിരിക്കണമെങ്കിൽ അച്ഛനൊരു ഫൂള് തന്നെയാണ് എന്നാണ് പറയുന്നത്. ദേ സെഡ് ദാറ്റ് ഓൺലി ഹീ കുഡ് ഹാവ് നോൺ. അച്ഛന് മാത്രമാണ്, അതായത് മിസ്റ്റർ ബാഡ്വിന് മാത്രമാണ് അവിടെ എന്താണ് നടന്നത് എന്ന് അറിയുക. ഹീ ആൻഡ് മിസ്റ്റർ ഗ്രഷാം, മിസ്റ്റർ ബാഡ്വിനും ഗ്രഷാമിനും. വൈ ഡിഡിൻ ഹീ സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ മിസ്റ്റർ ഗ്രഷാം ഇങ്ങനെ ഒരു കറപ്ഷൻ നടത്തുമ്പോൾ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അച്ഛന് അദ്ദേഹത്തെ തിരുത്താതിരുന്നത് എന്ന് പറയുകയാണ് എവി. മാർത്ത പറയാണ് ഹി വാസ് ആക്ടിങ് അണ്ടർ മിസ്റ്റർ ഗ്രഷാംസ് ഓർഡേഴ്സ്. അപ്പോൾ അച്ഛന് മിസ്റ്റർ ഗ്രഷാമിൻ്റെ ഓർഡറാണ് ഫോളോ ചെയ്യുന്നത്, അതനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാണ് മാർത്ത. അപ്പോൾ എവി പറയാണ് മിസ്റ്റർ ഗ്രഷാംസ് ഓർഡേഴ്സ് ഡിഡ് ഹി ഹാവ് ടു ഫോളോ ദം. അപ്പോൾ മിസ്റ്റർ ഗ്രഷാമിൻ്റെ ഓർഡറോ, അദ്ദേഹത്തിൻ്റെ ഓർഡർ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അച്ഛന് എന്ന് പറയുകയാണ് എവി. മാർത്ത ആഫ്റ്റർ എ പോസ്. അപ്പോൾ മാർത്ത ഒന്നിങ്ങനെ നിശബ്ദമായി നിന്നതിന് ശേഷം പറയുകയാണ് എവി, ഐ ഡോണ്ട് ബിലീവ് യുവർ ഫാദർ എവർ ഡിഡ് എ റോങ് തിങ് ഇൻ ഹിസ് ലൈഫ്. അപ്പോൾ അമ്മ 100% ഷുവർ, അത്രയും തൻ്റെ പാർട്ട്ണറെ വിശ്വാസമാണ് അമ്മയ്ക്ക്. അമ്മ പറയുകയാണ് അച്ഛൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നോട്ട് ഇഫ് ഹി ന്യൂ ഇറ്റ് വാസ് റോങ്, ഹി ഫൗണ്ട് ഔട്ട് ബൈ ആക്സിഡൻറ്റ് ഫൗണ്ട് ഔട്ട് വാട്ട് മിസ്റ്റർ ഗ്രഷാം വാസ് ഡൂയിങ്. അപ്പോൾ വളരെ യാദൃശികമായിട്ടായിരിക്കാം അച്ഛന് അങ്ങനെ ഗ്രഷാം ഇങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായിരിക്കുക, അല്ലാതെ അച്ഛൻ തൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു ഡിസ്ഹോണസ്റ്റ് ആയ ഒരു പേഴ്സണാണ് എന്ന് അമ്മയ്ക്ക് തോന്നുന്നില്ല എന്ന് പറയാണ് അമ്മ. അപ്പോൾ എവി പറയാണ് ഹൗ ഡു യു നോ ദാറ്റ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അതറിയുക എന്ന് ചോദിക്കുകയാണ്. അപ്പം മാർത്ത പറയാണ് ഐ ഡോണ്ട് നോ ഇറ്റ്, ഐ സസ്പെക്ട് ഇറ്റ്, സംതിങ് ഹി സെഡ് ഈഗർലി. യു സീ എവി, ഹി കാൺട്ട് ഹാവ് ഡൺ എനിത്തിങ് റോങ്, ദേ ഹാവ് നോട്ട് ഇൻഡിക്റ്റഡ് ഹിം. അപ്പോൾ അമ്മ പറയും എനിക്കത് അറിയില്ല, പക്ഷേ എനിക്ക് അച്ഛൻ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായതാണ് എവി ഹി കാൺട്ട് ഹാവ് ഡൺ എനിത്തിങ് റോങ്, അച്ഛന് ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല എന്ന് വീണ്ടും അമ്മ പറയുകയാണ്. ദേ ഹാവ് നോട്ട് ഇൻഡിക്റ്റഡ് ഹിം. അതുപോലെ ഈ ന്യൂസ് പേപ്പർ ഇതൊന്നും അച്ഛനെ അക്യൂസ് ചെയ്യുന്നില്ല, പക്ഷേ അച്ഛന് ഇതിനെക്കുറിച്ച് അറിയാമെന്നാണ് പറയുന്നത് എന്ന് പറയണം അമ്മ. അപ്പോൾ ജോൺ ഷോർട്ട്ലി, കുറച്ച് സമയത്തിന് ജോൺ പറയുകയാണ് ഐ മെറ്റ് ദ അസിസ്റ്റൻറ്റ് കാഷ്യർ യെസ്റ്റർഡേ. അപ്പോൾ ഈ ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് കാഷ്യറിനെ ഞാൻ യെസ്റ്റർഡേ കണ്ടു എന്ന് പറയുകയാണ്. അപ്പോൾ എവി പറയാണ് ആരെ, ഡൊണോവനെയോ. അപ്പോൾ ഡൊണോവനാണ് ആ ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് കാഷ്യർ. അപ്പോൾ ജോൺ പറയാണ് എസ് ഡൊണോവൻ, ഐ സോ ഹിം അറ്റ് ദ അത്ലറ്റിക് ക്ലബ്, ഹി സെഡ് ദാറ്റ് നോബഡി ഹാഡ് എനി ഐഡിയ ദാറ്റ് ദർ വാസ് എനിത്തിങ് റോങ് അണ്ടിൽ ദ ക്രാഷ് കെയിം. അപ്പോൾ ഡൊണോവൻ എന്താണ് ജോണിനോട് പറയുന്നത്, അത്ലറ്റിക് ക്ലബിൽ വെച്ചാണ് അവർ രണ്ടുപേരും മീറ്റ് ചെയ്തത്. അപ്പോൾ ഡൊണോവൻ പറയാണ് അവിടെ ഇങ്ങനെ ഒരു കറപ്ഷൻ, അതായത് ഇങ്ങനെ ഒരു അനീതി നടക്കുന്നുണ്ട് എന്ന് ഒരു മനുഷ്യന് പോലും അറിഞ്ഞില്ല അണ്ടിൽ ദ ക്രാഷ് കെയിം. അപ്പോൾ ബാങ്ക് ഇങ്ങനെ ക്രാഷ് ആകുന്ന ഇത് പുറത്ത് ന്യൂസ് സ്പ്രെഡ് ആയപ്പോഴാണ് ഇങ്ങനെ ഒരു കറപ്ഷൻ അവിടെ നടന്നത് തന്നെ അവർ പല മെമ്പേഴ്സും അവിടുത്തെ എംപ്ലോയീസൊക്കെ അറിയുന്നത് എന്നാണ് ഡൊണോവൻ പറയുന്നത്. ഡൊണോവൻ ഹാഡ് ബീൻ ദർ 8 years. അപ്പോൾ ഡൊണോവന് ആ ബാങ്കിൽ 8 years ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹി തോട്ട് ഹി വാസ് ടേക്കൺ കെയർ ഓഫ് ഹെർ ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്. അപ്പോൾ അദ്ദേഹം എന്താ ചിന്തിക്കുക, ഡൊണോവൻ പറയുകയാണ് അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെർമനൻറ്റ് ജോബായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. അപ്പോൾ ഇനിയുള്ള ജീവിതകാലത്തുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പെർമനൻറ്റ് ജോബായിട്ടാണ് ഇതിനെ അദ്ദേഹം കണ്ടിരുന്നത്. ഹി ഹാഡ് ഗോട്ട് മാരീഡ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ ബലത്തിലാണ് അദ്ദേഹം വിവാഹം വരെ കഴിച്ചത്. ആൻഡ് ദെൻ വൺ മോർണിംഗ് ദർ വാസ് എ സൈൻ അപ്പ് ഓൺ ദ ഡോർ. അപ്പോൾ പെട്ടെന്നൊരു രാവിലെ ഇതൊക്കെ ഒരു നശിച്ചു പോയി എന്ന് അറിഞ്ഞപ്പോൾ ഡൊണോവൻ എവി പറയാണ് പെർഹാപ്സ് നോട്ട്, ബട്ട് ദേ സെഡ് ഹി മസ്റ്റ് ഹാവ് ബീൻ ഫൂൾ നോട്ട് ടു നോ. ദേ സെഡ് ദാറ്റ് ഓൺലി ഹി കുഡ് ഹാവ് നോ ഹി ആൻഡ് മിസ്റ്റർ ഗ്രഷാം വൈ ഡിഡിൻ ഹി സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ എവി പറയാണ് അങ്ങനെ അല്ലായിരിക്കാം. ബട്ട് ദേ സെഡ് ഹി മസ്റ്റ് ഹാവ് ബീൻ എ ഫൂൾ നോട്ട് ടു നോ. പത്രങ്ങളൊക്കെ എന്താ പറയുന്നത്, അച്ഛനൊരു ഫൂളായിരിക്കണം, അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാണ്ടിരിക്കണമെങ്കിൽ അച്ഛനൊരു ഫൂള് തന്നെയാണ് എന്നാണ് പറയുന്നത്. ദേ സെഡ് ദാറ്റ് ഓൺലി ഹീ കുഡ് ഹാവ് നോൺ. അച്ഛന് മാത്രമാണ്, അതായത് മിസ്റ്റർ ബാഡ്വിന് മാത്രമാണ് അവിടെ എന്താണ് നടന്നത് എന്ന് അറിയുക. ഹീ ആൻഡ് മിസ്റ്റർ ഗ്രഷാം, മിസ്റ്റർ ബാഡ്വിനും ഗ്രഷാമിനും. വൈ ഡിഡിൻ ഹി സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ മിസ്റ്റർ ഗ്രഷാം ഇങ്ങനെ ഒരു കറപ്ഷൻ നടത്തുമ്പോൾ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അച്ഛന് അദ്ദേഹത്തെ തിരുത്താതിരുന്നത് എന്ന് പറയുകയാണ് എവി. മാർത്ത പറയാണ് ഹി വാസ് ആക്ടിങ് അണ്ടർ മിസ്റ്റർ ഗ്രഷാംസ് ഓർഡേഴ്സ്. അപ്പോൾ അച്ഛന് മിസ്റ്റർ ഗ്രഷാമിൻ്റെ ഓർഡറാണ് ഫോളോ ചെയ്യുന്നത്, അതനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാണ് മാർത്ത. അപ്പോൾ എവി പറയാണ് മിസ്റ്റർ ഗ്രഷാംസ് ഓർഡേഴ്സ് ഡിഡ് ഹി ഹാവ് ടു ഫോളോ ദം. അപ്പോൾ മിസ്റ്റർ ഗ്രഷാമിൻ്റെ ഓർഡറോ, അദ്ദേഹത്തിൻ്റെ ഓർഡർ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അച്ഛന് എന്ന് പറയുകയാണ് എവി. മാർത്ത ആഫ്റ്റർ എ പോസ്. അപ്പോൾ മാർത്ത ഒന്നിങ്ങനെ
നിശബ്ദമായി നിന്നതിന് ശേഷം പറയുകയാണ്, എവി, ഐ ഡോണ്ട് ബിലീവ് യുവർ ഫാദർ എവർ ഡിഡ് എ റോങ് തിങ് ഇൻ ഹിസ് ലൈഫ്. അപ്പോൾ അമ്മ 100% ഷുവർ, അത്രയും തൻ്റെ പാർട്ട്ണറെ വിശ്വാസമാണ് അമ്മയ്ക്ക്. അമ്മ പറയുകയാണ്, അച്ഛൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നോട്ട് ഇഫ് ഹി ന്യൂ ഇറ്റ് വാസ് റോങ്, ഹി ഫൗണ്ട് ഔട്ട് ബൈ ആക്സിഡൻറ്റ്, ഫൗണ്ട് ഔട്ട് വാട്ട് മിസ്റ്റർ ഗ്രഷാം വാസ് ഡൂയിങ്. അപ്പോൾ വളരെ യാദൃശികമായിട്ടായിരിക്കാം അച്ഛനും അങ്ങനെ ഗ്രഷാം ഇങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായിരിക്കുക. അല്ലാതെ അച്ഛൻ തൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു ഡിസ്ഹോണസ്റ്റ് ആയ ഒരു പേഴ്സൺ ആണ് എന്ന് അമ്മയ്ക്ക് തോന്നുന്നില്ല എന്ന് പറയാണ് അമ്മ. അപ്പോൾ എവി പറയാണ്, ഹൗ ഡു യു നോ ദാറ്റ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അതറിയുക എന്ന് ചോദിക്കുകയാണ്. അപ്പം മാർത്ത പറയാണ്, ഐ ഡോണ്ട് നോ ഇറ്റ്, ഐ സസ്പെക്ട് ഇറ്റ്, സംതിങ് ഹി സെഡ് ഈഗർലി. യു സീ എവി, ഹി കാൺട്ട് ഹാവ് ഡൺ എനിത്തിങ് റോങ്, ദേ ഹാവ് നോട്ട് ഇൻഡിക്റ്റഡ് ഹിം. അപ്പോൾ അമ്മ പറയും, എനിക്കത് അറിയില്ല, പക്ഷേ എനിക്ക് അച്ഛൻ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായതാണ് എവി, ഹി കാൺട്ട് ഹാവ് ഡൺ എനിത്തിങ് റോങ്, അച്ഛന് ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല എന്ന് വീണ്ടും അമ്മ പറയുകയാണ്. ദേ ഹാവ് നോട്ട് ഇൻഡിക്റ്റഡ് ഹിം. അതുപോലെ ഈ ന്യൂസ് പേപ്പർ ഇതൊന്നും അച്ഛനെ അക്യൂസ് ചെയ്യുന്നില്ല, പക്ഷേ അച്ഛന് ഇതിനെക്കുറിച്ച് അറിയാമെന്നാണ് പറയുന്നത് എന്ന് പറയണം അമ്മ. അപ്പോൾ ജോൺ ഷോർട്ട്ലി കുറച്ച് സമയത്തിന് ജോൺ പറയുകയാണ്, ഐ മെറ്റ് ദ അസിസ്റ്റൻറ്റ് കാഷ്യർ യെസ്റ്റർഡേ. അപ്പോൾ ഈ ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് കാഷ്യറിനെ ഞാൻ യെസ്റ്റർഡേ കണ്ടു എന്ന് പറയുകയാണ്. അപ്പോൾ എവി പറയാണ്, ആരെ, ഡൊണോവനെയോ. അപ്പോൾ ഡൊണോവനാണ് ആ ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് കാഷ്യർ. അപ്പോൾ ജോൺ പറയാണ്, എസ് ഡൊണോവൻ, ഐ സോ ഹിം അറ്റ് ദ അത്ലറ്റിക് ക്ലബ്, ഹി സെഡ് ദാറ്റ് നോബഡി ഹാഡ് എനി ഐഡിയ ദാറ്റ് ദർ വാസ് എനിത്തിങ് റോങ് അണ്ടിൽ ദ ക്രാഷ് കെയിം. അപ്പോൾ ഡൊണോവൻ എന്താണ് ജോണിനോട് പറയുന്നത്, അത്ലറ്റിക് ക്ലബിൽ വെച്ചാണ് അവർ രണ്ടുപേരും മീറ്റ് ചെയ്തത്. അപ്പോൾ ഡൊണോവൻ പറയാണ്, അവിടെ ഇങ്ങനെ ഒരു കറപ്ഷൻ, അതായത് ഇങ്ങനെ ഒരു അനീതി നടക്കുന്നുണ്ട് എന്ന് ഒരു മനുഷ്യന് പോലും അറിഞ്ഞില്ല അണ്ടിൽ ദ ക്രാഷ് കെയിം. അപ്പോൾ ബാങ്ക് ഇങ്ങനെ ക്രാഷ് ആകുന്ന ഇത് പുറത്ത് ന്യൂസ് സ്പ്രെഡ് ആയപ്പോഴാണ് ഇങ്ങനെ ഒരു കറപ്ഷൻ അവിടെ നടന്നത് തന്നെ അവർ പല മെമ്പേഴ്സും അവിടുത്തെ എംപ്ലോയീസൊക്കെ അറിയുന്നത് എന്നാണ് ഡൊണോവൻ പറയുന്നത്. ഡൊണോവൻ ഹാഡ് ബീൻ ദർ 8 years. അപ്പോൾ ഡൊണോവന് ആ ബാങ്കിൽ 8 years ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹി തോട്ട് ഹി വാസ് ടേക്കൺ കെയർ ഓഫ് ഹെർ ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്. അപ്പോൾ അദ്ദേഹം എന്താ ചിന്തിക്കുക, ഡൊണോവൻ പറയുകയാണ്, അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെർമനൻറ്റ് ജോബായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. അപ്പോൾ ഇനിയുള്ള ജീവിതകാലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പെർമനൻറ്റ് ജോബായിട്ടാണ് ഇതിനെ അദ്ദേഹം കണ്ടിരുന്നത്. ഹി ഹാഡ് ഗോട്ട് മാരീഡ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ ബലത്തിലാണ് അദ്ദേഹം വിവാഹം വരെ കഴിച്ചത്. ആൻഡ് ദെൻ വൺ മോർണിംഗ് ദർ വാസ് എ സൈൻ അപ്പ് ഓൺ ദ ഡോർ. പെട്ടെന്നൊരു രാവിലെ ഇതൊക്കെ നശിച്ചു പോയി എന്ന് അറിഞ്ഞപ്പോൾ ഡൊണോവനൊക്കെ ആകെ ഷോക്കായി നിൽക്കുകയാണ്. അദ്ദേഹം ഈ ഒരു ജോബിൻ്റെ ബലത്തിലാണ് വിവാഹം വരെ കഴിച്ചത്. ഇറ്റ് വാസ് ലൈക്ക് എ ബോട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ. അതൊരു വളരെ ക്ലിയർ ആയൊരു സ്കൈയിൽ പെട്ടെന്നൊരു ആളിക്കത്തുന്ന തീ പോലെ ആയിരുന്നു എന്നാണ് ജോണിനോട് ഡൊണോവൻ പറഞ്ഞത്. അപ്പോൾ എവി പറയാണ്, ആൻഡ് ഫാദർ, അപ്പോൾ അച്ഛനോ. അപ്പോൾ ജോൺ പറയാം, ഈ സെഡ് ദ ഗവർണർ മസ്റ്റ് ഹാവ് നോൺ. അപ്പോൾ ഇവിടെ ഒരു വേർഡ് നോട്ട് ചെയ്യേണ്ടത് ഗവർണർ എന്ന വേർഡാണ്. ഗവർണർ മീൻസ് ഇവിടെ ഫാദർ, അച്ഛൻ എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഡൊണോവൻ എന്താ പറയുന്നത് ജോണിനോട്, ഈ സെഡ് ദ ഗവർണർ മസ്റ്റ് ഹാവ് നോൺ. അപ്പോൾ ഇതിൻ്റെ അച്ഛന് ഇതിനെക്കുറിച്ച് എന്തായാലും അറിയാം എന്ന് പറയുകയാണ്. ഹി വിൽ സ്വിയർ നോബഡി എൽസ് ഡിറ്റ്. അപ്പോൾ വേറെ ആർക്കും അച്ഛനറിയാതെ ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് ആണയിട്ട് പറയുകയാണ് ഡൊണോവൻ. യു സീ ഫാദർ വാസ് ക്ലോസർ ടു ഗ്രഷാം ദാൻ എനിവൺ എൽസ്. അപ്പോൾ ഫാദർ ഗ്രഷാം തമ്മിൽ നല്ല ക്ലോസ് ആയ ഒരു ബോണ്ട് തന്നെ ഉണ്ടായിട്ടില്ല. അത്രയും ക്ലോസ് ആയ ആൾക്കാരാണ് ഫാദർ മിസ്റ്റർ ബാഡ്വിനും ഗ്രഷാമും. അപ്പോൾ ഇങ്ങനെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേർക്കും അതറിയാം എന്ന് പറയുകയാണ്. ദാറ്റ് പുട്സ് ഹിം ഇൻ എ നൈസ് പൊസിഷൻ ഡസൻറ്റ് ഇറ്റ്. അപ്പോൾ ഇവർ തമ്മിൽ വളരെ ക്ലോസ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ബാങ്കിൽ നല്ലൊരു പൊസിഷൻ തന്നെ മിസ്റ്റർ ഗ്രഷാം ബാഡ്വിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാർത്ത പറയാം, വാട്ട് ഡു യു മീൻ ജോൺ? അപ്പോൾ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ജോൺ എന്ന് ചോദിക്കുകയാണ് മാർത്ത. അപ്പോൾ ജോൺ പറയുകയാണ്, ദ ഗവർണേഴ്സ് ദ ഓൺലി വിറ്റ്നസ് അഗെയിൻസ്റ്റ് ജോൺ ഗ്രഷാം. അപ്പോൾ ജോൺ ഗ്രഷാം ഇങ്ങനെ ഒരു കറപ്ഷൻ ചെയ്തു എന്നതിനുള്ള ഓൺലി വിറ്റ്നസ് ഉള്ളത് അവരുടെ അച്ഛനാണ്, അതായത് മിസ്റ്റർ റോബർട്ട് ബാഡ്വിൻ. ആൻഡ് മീ നെയ്മഡ് ആഫ്റ്റർ ഹിം ജോൺ ഗ്രഷാം ബാഡ്വിൻ ആൻഡ് യുവർ സർവീസ് അറ്റ് യുവർ സർവീസ് എന്താ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാമോദിസ ചടങ്ങ് ഒക്കെ ഉണ്ടാവുമല്ലോ, ക്രിസ്ത്യൻസ് ആണ് ഇവർ. അപ്പോൾ അവരുടെ ആ സെറിമണിയിൽ അവരുടെ മകനായ മിസ് മാർത്തയുടെയും ബാഡ്വിൻ്റെയും മകനായ ജോണിന് പേരിട്ടിട്ടുള്ളത് ജോൺ ഗ്രഷാം ബാഡ്വിൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം ഗ്രഷാം അത്രയും ക്ലോസ് ആയിരുന്നു ഈ ഫാമിലിയോട്. അപ്പോൾ അദ്ദേഹം ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അവരത്രയും വളരെ അടുപ്പത്തിലായിരുന്നു. അപ്പോൾ അച്ഛൻ അത്രയും ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകന് ഗ്രഷാമിൻ്റെ പേരും വെച്ചിട്ടുണ്ട്. അതായത് ജോൺ ഗ്രഷാം ബാഡ്വിൻ എന്നാണ് ജോണിൻ്റെ ഒറിജിനൽ നെയിം. അപ്പോൾ ആ പേര് തന്നെ നശിക്കാൻ പോവുകയാണ്. മകൻ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. കാരണം തൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അച്ഛന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അദ്ദേഹം ഇങ്ങനെ ഒരു ഫ്രോഡാന്നൊക്കെ അറിയുമ്പോൾ മകനാകെ
ഷോക്കാവുകയാണ്. മാർത്ത പറയുകയാണ്, യുവർ ഫാദർ വിൽ ഡു ഹിസ് ഡ്യൂട്ടി ജോൺ, നോ മാറ്റർ വാട്ട് കംസ് ഓഫ് ഇറ്റ്. നിൻ്റെ അച്ഛനും എന്താണ് ശരി അതേ ചെയ്യുകയുള്ളൂ, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്യുകയുള്ളൂ. അതിന് എന്തൊക്കെ പരിണിത ഫലം, അതായത് അനന്തരഫലം എന്തൊക്കെ ഉണ്ടായാലും നിൻ്റെ അച്ഛൻ സത്യം മാത്രമേ, അതായത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് മാർത്ത പറയുകയാണ്. മാർത്ത അത് അവരുടെ പാർട്ട്ണറായ അച്ഛനെ, അതായത് റോബർട്ട് ബാഡ്വിനെ അത്രയധികം വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തെറ്റും ബാങ്കിലൊരു കറപ്ഷനും അച്ഛൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയില്ല എന്ന് മക്കളോട് മാർത്ത പറയുകയാണ്. അപ്പോൾ ഇതൊരു ലോങ് ലെസൺ ആണ്. നിങ്ങൾക്ക് കുറച്ച് ഷോർട്ടായി പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. ഓക്കെ, താങ്ക് യു.